ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഡൗട്ട്സൊക്കെ നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ച് ഞാൻ മാക്സിമം കമൻറ്റിൽ റിയാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസിൽ പറയുമ്പോൾ അതനുസരിച്ച് ഞാൻ റിയാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വരേക്കും നമ്മൾ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിൻ്റെ മിത്സും ഫാക്റ്റും കാര്യങ്ങൾ, പിന്നെ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് അത്യാവശ്യം ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സൈഡ് എഫക്ട്സ് വരും. ഓക്കെ, ബെനിഫിറ്റ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സൈഡ് എഫക്ട്സും കൂടി വരാറുണ്ട്. അപ്പോൾ അതെന്താണ് സൈഡ് എഫക്ട്സ്, ആ സൈഡ് എഫക്ട്സ് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ക്രാഷ് ഡയറ്റ് എടുക്കുക. പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രാഷ് ഡയറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് വരും പെട്ടെന്ന് തന്നെ. കാര്യം നമ്മൾ ഒരു റൊട്ടീൻ ഫോളോ ചെയ്തിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് ഒരു ക്രാഷ് ഡയറ്റ് എടുക്കും. ക്രാഷ് എന്ന് പറയുമ്പോൾ മനസ്സിലാവും. പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും കല്യാണം വരിക എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്രയോ ദിവസങ്ങൾ കൊണ്ട് പട്ടിണി കിടന്ന് മൊത്തത്തിൽ നമ്മളങ്ങ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഇത് ട്രൈ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ട് സഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. നമുക്ക് BP ലോ ആവും. കാര്യം നമ്മുടെ ബോഡി കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ആവേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ക്രാഷ് ഡയറ്റ് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ദിവസവും ഫുഡ് കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഈ ക്രാഷ് ഡയറ്റ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, രാവിലെ 7 മണിക്ക് ഫുഡ് കഴിക്കും, 3 മണിക്കുള്ളിൽ ഫുഡ് കംപ്ലീറ്റ് ചെയ്യും, അപ്പോൾ 2 നേരത്തുള്ള ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും ചെയ്യാതിരിക്കുക. 2 നേരമുള്ള ഫുഡ് കഴിച്ചിട്ട് 3 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഇരിക്കേണ്ട സമയമാണ്. ഓക്കെ, അപ്പോൾ അത്രയും ലോങ് ഒരു ഫാസ്റ്റിംഗ് നമ്മൾ എടുക്കുന്ന സമയത്ത് മറ്റേത് എന്ത് ചെയ്യും, നമ്മളൊരു 7 to 8 മണി വരെ നമ്മൾ കഴിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ കിടന്നുറങ്ങി രാവിലെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് എണീച്ചിട്ട് പിന്നെ നമ്മുടെ ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു 9-10 മണി പിന്നെ നമ്മളൊന്ന് സഹിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല. ഇത് 3 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ നമുക്ക് ഇരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലംസ് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ ഫുഡും എടുത്തിട്ട്, മീൻസ് നമ്മൾ ആ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് ആ ഫുഡെല്ലാം എടുത്തതിന് അങ്ങനെ വേണം ഡയറ്റ് എടുക്കാൻ. അല്ലാതെ പകുതി 2 മീൽ എടുത്തായാലും 1 മീൽ എടുത്തായാലും വെയിറ്റ് കുറയും എന്നുള്ള കാര്യത്തിൽ 100% ഷുവർ തന്നെയാണ്. പക്ഷേ ആഫ്റ്റർ എഫക്റ്റ്, ഇത് ഞാൻ പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ആഫ്റ്റർ എഫക്റ്റ് ഉറപ്പായിട്ടും വന്നിരിക്കുക തന്നെ ചെയ്യും. അത് എന്താ പറയുക, അതെനിക്ക് അങ്ങനെ വരില്ല എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിൽ, പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും ആഫ്റ്റർ എഫക്റ്റ് വരും. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഒരു സ്ലോ പ്രോസസ്സ് പോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ മതിയാവുന്ന ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. അതുകൊണ്ട് ക്രാഷ് ഡയറ്റ് ഒക്കെ എടുക്കുന്നവർ സൂക്ഷിച്ചെടുക്കുക. ക്രാഷ് ഡയറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് വരാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ക്രാഷ് ഡയറ്റ് ഇപ്പോൾ അതിനകത്ത് വേറൊരു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 800 to 1000 കാലറിക്ക് താഴെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ 30 ദിവസത്തെ ഡയറ്റ് പ്ലാൻ നമ്മൾ എടുക്കുന്നെങ്കിൽ 800 മുതൽ 1000 കാലറിക്ക് താഴെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്താ പറയുക, ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മുടെ വിമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1200 മുതൽ 1800 കാലറിക്കുള്ളിൽ ഫുഡ് കഴിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതിന്റെ താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും എന്താ പറയുക, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലേക്ക് വരും. അതുകൊണ്ട് ക്രാഷ് ഡയറ്റ് പോലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വയ്യായിക, ക്ഷീണം, തളർച്ച എന്നുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡയറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഡയറ്റ് എടുത്ത് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം, തളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം എനിക്ക് ഒരു ടൈമിൽ BP ലോ ഒക്കെ ആകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഫുഡ് സ്കിപ്പ് ചെയ്ത സമയത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താ പറയുക, ഫുഡ് കഴിക്കാതിരിക്കരുത്. എന്നാൽ പിന്നെ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതെ ഇരുന്നു, നമുക്ക് ഇതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും, നമ്മൾ വെയിറ്റ് ലോസ് അവിടെ സ്റ്റോപ്പ് ആവും. നമ്മൾ വിചാരിച്ച ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെയാവും. ഇനി അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നമ്മൾ നോക്കിയായിട്ട് തിരിച്ചു വരാൻ ഒരുപാട് നാളുകൾ എടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെയും വെയിറ്റ് ലോസ് ചെയ്യേണ്ടി വരും. അപ്പം ഫസ്റ്റ് തൊട്ടേ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നും വരാനില്ല. അതുകൊണ്ട് ക്ഷീണം, തളർച്ച എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് വരാം.
തലമുടി കൊഴിയലും ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് പ്രോട്ടീൻ ഒരുപാട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള അയൺ, സിങ്ക്, വിറ്റാമിൻ ബി എന്നുള്ളതൊക്കെ നമുക്ക് കുറയുകയും ഹെയർ ഫോൾ ഒരുപാട് ആവുകയും ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് പ്രോട്ടീൻ എല്ലാം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരില്ല. ഇനി നമ്മൾ പ്രോട്ടീൻ എടുത്തിട്ട് നമ്മളെ ഹെയർ ഫോൾ കുറയുന്നു അല്ലെങ്കിൽ ഹെയർ ഫോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് സപ്ലിമെന്റ്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവാറുണ്ട്. അല്ലാതെ സ്വന്തമായിട്ട് പോയിട്ട് സപ്ലിമെന്റ്സ് എടുക്കാൻ പോകരുത്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന സപ്ലിമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഹെയർ ഫോൾ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ എന്താ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ കണ്ടിട്ട് അത് എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിക്കുക. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിന് ഒരു പരിധി കൂടുതലാണ് ഹെയർ ഫോൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം 60 മുതൽ 80 ഗ്രാം വരെ പ്രോട്ടീൻ എടുക്കണം കേട്ടോ. അതിൽ എഗ് ഉൾപ്പെടുത്തണം, ദാൽ ഉൾപ്പെടുത്തണം, ഫിഷ് ഉൾപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ ഫിഷ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും നമ്മൾ എന്തായാലും 60 മുതൽ 80 ഗ്രാം വരെ പ്രോട്ടീൻ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ അയൺ കണ്ടന്റ് ഉള്ള സ്പിനാച്ച്, ബീട്രൂട്ട് പോലുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് ഫുഡ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഹെയർ ഫോളൊക്കെ നമുക്ക് ഒരു പരിധി വരേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലൂസ് സ്കിൻ, നമ്മുടെ വെയിറ്റ് ലോസ് നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞു പോകാനായിട്ട് പറ്റും. ഈ സെയിം കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എൻ്റെ ജിമ്മിൽ വരുന്ന ഒരാളുടെ കാര്യമാണ് കേട്ടോ. ഞാൻ ഡയറ്റ് എങ്ങനെ എടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റത്തെ മീൽ അങ്ങ് സ്കിപ്പ് ചെയ്യും, നൈറ്റ് ഫുഡേ കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് വിശക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ണമൊക്കെ കുറഞ്ഞു, പക്ഷെ സ്കിന്ന് ഭയങ്കരമായിട്ട് ലൂസ് സ്കിന്നായി. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തൂങ്ങി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫുഡ് അങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ സ്കിന്നിങ്ങനെ വലിയാനായിട്ട് തുടങ്ങും. നമ്മുടെ സ്കിന്ന് ഇപ്പോൾ ഒരു കട്ടി പോലെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒത്തിരി കുറച്ചൊന്ന് കട്ടി പോലെ ഉണ്ടാവും. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഫാറ്റ് ലോസ് സംഭവിക്കുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ലൂസ് സ്കിന്ന് വരും. ലൂസ് സ്കിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ വെയിറ്റ് ലോസ് ചെയ്യുക. കൊളാജൻ റിച്ച് ഫുഡ് കഴിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, ആഴ്ചയിൽ 1 കിലോ മാത്രം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് സ്കിൻ മെയിനായിട്ട് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യരുത്. അതിന് ടൈം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഹോർമോൺ ഇംബാലൻസ് വരാം. നമുക്ക് വുമൻസിനായിരിക്കും കൂടുതൽ വരുന്നത്. പീരിയഡ്സ് ടൈമിൽ വയറുവേദന വരാം, ആക്നീസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിലേ ആകുക അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വരിക, പിന്നെ മൂഡ് സ്വിങ്സ് വരിക, മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ, മൊത്തം ഒരു ഹോർമോൺ നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ ഹോർമോൺ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ ബോഡിയിൽ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതെല്ലാം മൊത്തത്തിൽ ഒരു പ്രശ്നം പോലെയൊക്കെ ആകും ഈ വെയിറ്റ് ലോസ് സമയത്ത്. പിന്നെ മസിൽ ലോസ് ഉണ്ടാവും. ഈ മസിൽ ലോസ് ഉണ്ടാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂസ് സ്കിന്നൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ലോസ് കുറയും. മസിൽ ലോസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടോൺഡ് ആയിട്ടിരിക്കില്ല, ഒരു വയ്യാത്ത പോലെ ക്ഷീണിച്ച പോലെയൊക്കെ ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ വരാം. നമ്മൾ ഫുഡ് മതിയാവുന്ന രീതിയിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് നമുക്ക് വിശക്കുകയും ആ സമയത്ത് നമുക്ക് ഓവർ ഈറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യില്ല, നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഉറക്കം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാൻസ് ഒഴിവാക്കുക. അതുകൊണ്ട് നമുക്ക് ഫുഡ് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഓൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 60 മുതൽ 80 ഗ്രാം വരെ പ്രോട്ടീൻ ഉറപ്പായിട്ട് എടുത്തിരിക്കണം. ആഴ്ചയിൽ 0.5 to 1 kg വരെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. 1200 മുതൽ 1600 കാലറിക്കുള്ളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. വിമൻസിന്റെ കാര്യത്തിൽ 25 മുതൽ 30 ഗ്രാം വരെ ഫൈബർ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. 3 അല്ലെങ്കിൽ 4 ദിവസം സ്ട്രെങ്തനിങ് വർക്കൗട്ട്സ് ചെയ്ത് ബോഡീനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. കാർഡിയോ മാത്രം ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ് എഫക്റ്റിൽ നിന്ന് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.